ഹായ്, നമ്മൾ ഇന്ന് ന്യൂക്യാസിലുള്ള സെൻറ് മേരീസ് കാത്തലിക് ചർച്ചിൻ്റെ ക്രിസ്മസ് കരോൾ എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ട് ന്യൂക്യാസിൽ എത്തിയിരിക്കുകയാണ്. ഏകദേശം 300 ഫാമിലിയുള്ള ഇവരുടെ ചർച്ചിൽ നിന്ന് 20 ഫാമിലീസ് ഉള്ള ഓരോ വാർഡായിട്ട് തിരിച്ചിട്ടാണ് ഇവർ കരോളിന് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് അവരുടെ വീടുകളിലെല്ലാം പോയി അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, പാട്ട് എങ്ങനെയാണ്, അവരുടെ ഒരു പെർഫോമൻസ് എങ്ങനെയാണെന്നൊക്കെ കാണാൻ വേണ്ടി വന്നിരിക്കുക. ലെറ്റ്സ് ഗോ. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഏകദേശം 400ഓളം വീടുകളുണ്ട്. പുതിയതായിട്ട് വരുന്ന ആൾക്കാർ സ്ഥലം വാങ്ങിച്ച് വീട് വെക്കുക പതിവ്. ഇതിന് എസ്റ്റേറ്റ് എന്നാണ് ഇവിടെ പൊതുവെ അറിയപ്പെടുന്നത്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ലാൻഡ് റിലീസസ് ഉണ്ടാകും. അപ്പോൾ ഈ ലാൻഡ് എല്ലാം ഇവർ ലോട്ട് തിരിച്ച് ഓരോ വീടുകൾ വെക്കാനായിട്ട് കൊടുക്കും. ആ സമയം ഡിപ്പോസിറ്റൊക്കെ കൊടുത്ത് നമ്മൾ ഈ ലാൻഡ് വാങ്ങിച്ചിടും. പിന്നെയാണ് നമ്മളിവിടെ വീട് വെക്കുന്നത്. ഈ എസ്റ്റേറ്റിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് മലയാളി ഫാമിലീസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 10-30ഓളം മലയാളി ഫാമിലീസ് ഇവിടെ ഉണ്ട്. എല്ലാ മെമ്പേഴ്സും കൂടിയിട്ടാണ് ഈ ഒരു ഗാദറിങ്, ഇങ്ങനത്തെ കരോള് നമ്മളിവിടെ നടത്തുന്നത്. നമ്മൾ താമസിക്കുന്നത് സിഡ്നിയിലാണ്. ന്യൂകാസിൽ എന്ന് പറയുമ്പോൾ സിഡ്നിയിൽ നിന്ന് ഒരു ഏകദേശം 1.5 മണിക്കൂറത്തെ ട്രാവൽ ഉണ്ട് ഇങ്ങോട്ട്. ഇറ്റ്സ് എ ഗുഡ് പ്ലേസ്. അല്ല, ഇപ്പൊ നമുക്ക് കൊമ്പ് വന്നെ പറഞ്ഞേ. നിങ്ങളെന്താ ലേറ്റ് ആയി? ഞങ്ങള് ഉണ്ണീനെയൊക്കെ റെഡിയാക്കി. താമസിച്ചു പോയി. രഞ്ജിത്ത് ആക്ച്വലി ന്യൂക്യാസിലില് ഏറ്റവും കൂടുതൽ പള്ളിയും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. പ്രാർത്ഥനയാണ് പുള്ളിയുടെ മെയിൻ. പിന്നെ ക്രിസ്മസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പുള്ളി ഷർട്ട് ഈ ടീഷർട്ട് ഊരാറില്ല. ഇത് ഊരാറില്ല. ഇത് 25-ാം തീയതി രാത്രി വരുള്ളൂ. എല്ലാ കൊല്ലം ക്രിസ്മസ് ഉണ്ടോ? ഓ, എല്ലാ കൊല്ലം. നിങ്ങൾ ഈ ക്രിസ്മസിന് മീൻ പിടിക്കാൻ പോകും? നിങ്ങൾ മീൻ പിടിക്കാൻ പോകുന്നോ? മീൻ പിടിക്കാമെന്ന് പറഞ്ഞാൽ നമ്മള് സമയം ഇന്ന് രാത്രി മീൻ പിടിക്കാൻ പോകും. നിങ്ങൾ എങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്യുന്നതൊക്കെ? നമ്മളിവിടെ ഓരോ വാർഡുകളായിട്ട് തിരിച്ചേക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചെറിയ ഒരു വാർഡാണ്. അപ്പോൾ ഇതൊരു പുതിയ എസ്റ്റേറ്റാണ്. അപ്പോൾ ഈ വാർഡിൽ ഏകദേശം 28ഓളം കുടുംബങ്ങളുണ്ട്. നമ്മളിപ്പോൾ എയർലി സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. ഇപ്പോഴും ഇവിടെ ലൈറ്റ് ഉണ്ട്. നമ്മൾ ഏകദേശം ഒരു 10 o'clock കൂടി വൈൻഡപ്പ് ചെയ്യണം. ഓസ്ട്രേലിയ വന്നിട്ടുള്ള നിന്റെ ആദ്യത്തെ ക്രിസ്മസ് അല്ലേ? എങ്ങനെയുണ്ട്? വളരെ നല്ലതാണ്. കിട്ടാത്തൊരു എക്സ്പീരിയൻസ്. നാട്ടിൽ ക്രിസ്മസ് ആയിട്ട് എങ്ങനെയാ ഡിഫറെന്റ്? നാട്ടിൽ 300 കുടുംബം 8 ദിവസം പരിപാടി, ഒറ്റ ദിവസം 20 വീട്. ഓക്കെ, എങ്ങോട്ടാ എല്ലാരും കൂടെ? ഇതിലൂടെ പാട്ട് പാടി പോണോ? അതാണ് ഇത്. മണ്ണിൻ സമാധാന രാത്രി. ഓണത്തിന് നമ്മുടെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ പൂവേപ്പുലി പാടിയ ഒരു വ്യക്തിയാണ് ഈ നിൽക്കുന്ന എൻ്റെ സിസ്റ്റർ. പൂവേപ്പുലി പുള്ളിക്കാനുള്ള ഒരു വീക്ക്നെസ് ആണ് ആക്ച്വലി. താരകം തന്നെ ഇന്ന് താരകം. ഇന്നത്തെ വീക്ക്നെസ് താരകം. എല്ലാവരും വയറുള്ളിലേക്ക് പിടിച്ചോളേ. Vamos. Happy Christmas.
എന്തായാലും ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാർ വരെ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സറൗണ്ടിങ്സിലെ വെതർ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കുന്ന ഒരു വ്യക്തിയാണ് ജുബിൻ. പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വലിയൊരു ഫാനാണ്. കഴിഞ്ഞ പ്രാവശ്യം പോയി തോറ്റു. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ കളിയല്ലേ, ഒരു ടീമിനല്ലേ ജയിക്കാൻ പറ്റുള്ളൂ, ശരിയല്ലേ? 19 ക്രിസ്മസ് കൂടി ഇവിടെ കൂടി അടിപൊളിയായിട്ട് കൂടി. നമ്മുടെ നാട്ടിലെ ക്രിസ്മസും ഇതിൽ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നാട്ടിലെ ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾ മാത്രമുള്ളൊരു ക്രിസ്മസ്. ഈ ക്രിസ്മസ് കൂടാൻ വേണ്ടിട്ട് മാത്രം ഞാൻ വന്നു. തീർച്ചയായിട്ടും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് വന്നു കഴിയുമ്പോൾ കുടുംബത്തെക്കാട്ടി കൂടുതൽ ആൾക്കാർ ഫ്രണ്ട്സാണ് ഇഷ്ടം പോലെ. എന്റെ മക്കൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ ഫ്രണ്ട്സ് എനിക്ക് ഇവിടെ ഉണ്ട്. സോറി, ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. ഭയങ്കര അടിപൊളിയായിട്ട് എല്ലാം എല്ലാവരും വിചാരിക്കും അങ്ങനെ പറയുന്നതാണ്. പക്ഷേ ജോഷ് ചേട്ടൻ ഞങ്ങൾക്ക് തന്നൊരു കോംപ്ലിമെന്റ് ആണ്. വളരെ സന്തോഷം. അടിപൊളിയായിട്ടുണ്ട്. എവിടെ പോവാടോ? സ്കൂളിൽ പോവാണോ? ആന്റി അങ്കിൾ ഫസ്റ്റ് ടൈം ആണോ ഓസ്ട്രേലിയ വരുന്നത്? ഫസ്റ്റ് ടൈം. എങ്ങനെയുണ്ട് ക്രിസ്മസ് സ്റ്റാർട്ട് ചെയ്തിട്ട്? നമ്മുടെ റിയൽ പ്രോഗ്രാം അടുത്തത് വരുന്നതേ ഉള്ളൂ. നമ്മുടെ മെയിൻ പരിപാടി വരുന്നത്. ക്രിസ്മസ് ഉണ്ണിയേശുവിന്റെ ജന്മദിനമാണ്. ഡിസംബർ 25 ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെ ന്യൂ കാസിൽ സെന്റ് മേരീസ് പള്ളിയിലെ എല്ലാവരും കരോളൊക്കെ ആയിട്ട് എല്ലാ വീടാന്തരം കയറി ഇറങ്ങുന്നു. ദേ ആർ എൻജോയിങ്. Christmas means it's a joy to us. The birth of Jesus we celebrate in Christmas. It gives a joy and a happiness to our home and to all people who live with Jesus. I wish all the best and Merry Christmas to all. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞേ. അതിലുള്ള യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ എന്റെയൊക്കെ വീഡിയോ ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ 4 പേര് അറിയും. ജോസഫിനെ വിളിക്കണോ? ഡയറക്ടറെ വിളിക്കണോ? കപ്പയും മീൻകറിയുണ്ട്. നല്ല അടിപൊളി കപ്പ, മീൻകറി നല്ല സൂപ്പർ. ഇതുപോലെ കപ്പ ഞാൻ കഴിച്ചിട്ടില്ല. ഇവൻ നല്ലതായിട്ട് കപ്പ കഴിച്ചിട്ടുണ്ട്. അതിന്റെ സന്തോഷത്തിലാണ്. അത് സ്വന്തം അസിച്ചേട്ടനുണ്ടാക്കിയ കപ്പയും മീൻകറിയാണ്. നല്ല ടേസ്റ്റി അല്ലേ? വെരി ഗുഡ്.